രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ. രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ രാമ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ ടെമ്പിൾ ഇസ്കോൺ ബാംഗ്ലൂരിന്റെ ഈശോപനിഷത്ത് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അപ്പൊ നമ്മള് ഇന്ന് ഉപദേശാമൃതല്ലോ ഈശോപനിഷത്ത് മന്ത്രം 4ഉം 5ഉം നോക്കാം. ചെറിയതാണ് രണ്ടും. അപ്പൊ നമുക്ക് ചെറുതെടുക്കാൻ നോക്കാം. അതിനു മുന്നേ മൂന്നാമത്തെ ആർക്കൊക്കെ മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. 2ഉം 3ഉം അതായത് ഒന്നാമത്തെ മന്ത്രം നമുക്ക് മനസ്സിലായി എല്ലാവർക്കും. ഒന്നാമത്തെ മന്ത്രത്തിൽ നമ്മൾ എന്താ കണ്ടത്? ഒന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞത് ഭഗവാൻ എല്ലാവർക്കും എല്ലാത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? ഭഗവാനാണ്. ആ ഭഗവാൻ എല്ലാവർക്കും ഓരോ വിഹിതം നീക്കി വെച്ചിട്ടുണ്ട്. ആ നീക്കി വെച്ചത് മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. മറ്റുള്ളവരുടെ ധനം സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഒന്നാമത്തെ മന്ത്രം നമുക്ക് പറഞ്ഞു തന്നത് അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും എല്ലാം ഭഗവാന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അപ്പൊ ഭഗവാൻ എല്ലാവർക്കും എന്താണ് ഓരോ വിഹിതം നീക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ വീട്ടില് നമ്മളെ അമ്മ ഭക്ഷണം വിളമ്പി തന്നെ കുറെ പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എല്ലാവരും പ്ലേറ്റ് നിരത്തി വെച്ചിട്ട് എല്ലാവർക്കും കുറേശ്ശെ ഭക്ഷണം ഇട്ട് കൊടുക്കും അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ വിഹിതം നീക്കി വെച്ചിട്ടുണ്ടാവും. അത് മാത്രമാണ് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പുറത്തെ പ്ലേറ്റിൽ നമുക്ക് എടുക്കാൻ പാടില്ല അല്ലെ. അങ്ങനെയല്ല ചെയ്യാ കുറെ പേരുണ്ടെങ്കിൽ. അപ്പൊ അതേപോലെ ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിഹിതം നീക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രം നമ്മൾ സ്വീകരിക്കുക, മറ്റുള്ളവരെ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. രണ്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നത് ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. രണ്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നത് അങ്ങനെ നീക്കി വെച്ചത് മാത്രം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കാം. നമുക്ക് എന്ത് വരില്ല? കർമ്മബന്ധനങ്ങൾ ഉണ്ടാവില്ല. കാരണം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ അമ്മ നീക്കി വെച്ച ഭക്ഷണം മാത്രം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അമ്മയിൽ നിന്ന് ചീത്തയും കിട്ടില്ല, തല്ലും കിട്ടില്ല, നമുക്ക് സുഖമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റും അല്ലെ. അതല്ലെങ്കിൽ നമുക്ക് എന്താണ്? നമുക്ക് തല്ല് കിട്ടും. അപ്പൊ അതേപോലെ തന്നെ ഭഗവാൻ നമുക്ക് നീക്കി വെച്ചത് മാത്രം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാള് വേണമെങ്കിലും ഇവിടെ നിൽക്കാം. കാരണം ഭഗവാൻ പറഞ്ഞത് മാത്രമേ നമ്മൾ അനുസരിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരില്ല? കർമ്മബന്ധനങ്ങൾ നമുക്ക് ഉണ്ടാവില്ല. കർമ്മബന്ധനങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതാണ് രണ്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? രണ്ടാമത്തെ മന്ത്രം ആ നീക്കി വെച്ചത് മാത്രം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാള് വേണമെങ്കിലും, നാള് പറയുന്നുണ്ടല്ലേ 100 വർഷക്കാണ്, 100 കണക്കിന് വർഷം, എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് എന്ത് വരുന്നില്ല? ആ കർമ്മബന്ധനങ്ങളിൽ നമ്മൾ വരുന്നില്ല. ഇതാണ് രണ്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞതിൽ മനസ്സിലാവാത്തുണ്ടോ ആർക്കെങ്കിലും? മനസ്സിലായി മാതാജി. എല്ലാവർക്കും മനസ്സിലായോ രണ്ടാമത്തെ മന്ത്രം പറയുന്നത്? അപ്പൊ രണ്ടാമത്തെ മന്ത്രത്തില് അതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ മന്ത്രം. അപ്പൊ രണ്ടാമത്തെ മന്ത്രം മനസ്സിലായല്ലോ. ഒന്നാമത്തെ കണ്ടിന്യൂവേഷൻ തന്നെയായിരുന്നു രണ്ടാമത്തത്. നീക്കി വെച്ചത് മാത്രം സ്വീകരിക്കാൻ പാടുള്ളൂ. ആ നീക്കി വെച്ചത് മാത്രം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കാം. കർമ്മബന്ധനത്തിൽ നമ്മൾ പെടുന്നില്ല. അതാണ് രണ്ടാമത്തെ മന്ത്രം പറയുന്നത്. ഇനി മൂന്നാമത്തെ മന്ത്രത്തിൽ എന്താ പറയുന്നത്?
നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ മനുഷ്യനായിട്ട് ജന്മമെടുത്തത് എന്തിനാണ്? നമ്മള് സാക്ഷാത്കാരം നേടി തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകും. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നത് എന്തുകൊണ്ടാണ്? നമ്മള് ഭഗവാനോട് അസൂയ തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ജന്മമെടുത്തത്. അപ്പോ നമ്മള് തിരിച്ച് എവിടേക്ക് പോകണം? ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ. നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നമ്മൾ ഇവിടെ സുഖമായിട്ട് നമ്മൾ ഇരിക്കുകയാണ്, അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ലെങ്കിൽ എന്താണ് പറഞ്ഞത്? നമുക്ക് ആ ലോകത്തേക്ക് പോകാൻ പറ്റില്ല, ഇതിനേക്കാളും താഴ്ന്ന ലോകത്തേക്ക് പോകേണ്ടി വരുന്നതാണ് മൂന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. അതായത് നമ്മള് ഈ ഭൗതിക ലോകത്തിൽ ജന്മം എടുത്ത് നമ്മൾ വന്നിരിക്കുന്നത്, മനുഷ്യനായിട്ട് ജന്മം കിട്ടിയിരിക്കുന്നത് എന്തിനാണ്? ആത്മാവിന് സാക്ഷാത്കാരം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ചെയ്യാതെ നമ്മൾ വെറുതെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നമ്മൾ എവിടേക്ക് പോകേണ്ടി വരും? അന്ധകാരം നിറഞ്ഞ അജ്ഞത നിറഞ്ഞ ലോകങ്ങളിലേക്ക് പോകേണ്ടി വരും. നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് ജന്മം തന്ന മനുഷ്യനായിട്ട് ജന്മം എടുത്തിട്ടും നമ്മൾ അത് ചെയ്യണില്ലെങ്കിൽ നമുക്ക് എവിടേക്ക് പോകേണ്ടി വരും? നമുക്ക് പിന്നെ ഇതിന്റെ ആവശ്യമില്ലല്ലോ, മനുഷ്യ ജന്മത്തിന്റെ ആവശ്യമില്ല, ഭൂലോകത്തിൽ ജനിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എവിടേക്ക് വിടും? അന്ധകാരം നിറഞ്ഞ അജ്ഞാനം നിറഞ്ഞ ലോകങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. കാരണം മനുഷ്യന്റെ പരമമായ ധർമ്മം ഭഗവാന്റെ സേവനമാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി, ആത്മാവിന് സാക്ഷാത്കാരം നേടാൻ. അതായത് നമ്മളിപ്പോ ഒരു നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ തിരിച്ച് എവിടെ നമ്മൾ പോയി, വേറൊരു വീട്ടിൽ പോയി, എന്നിട്ട് നമ്മൾ അവിടുന്ന് കുറെ ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് വരണം, അല്ലെ? ഇല്ലെങ്കിൽ അവർ അവിടെ നിന്ന് ഇറക്കി വിടും നമ്മളെ. സ്വാഭാവികമാണല്ലോ അത്. നമ്മളെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ചു ദിവസം അവിടെ നിൽക്കുക. പെർമനന്റ് അവിടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവര് നമ്മൾ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും. ഒന്നുകിൽ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോകാനുള്ള വഴി നമ്മൾ നോക്കണം, അതല്ലെങ്കിൽ വേറെ സ്ഥലം നോക്കണം. അപ്പൊ നമ്മൾ ശരിയല്ലെങ്കിൽ നമ്മൾ എവിടേക്ക് പോകും? താഴത്തേക്ക് പോകും. താഴത്തേക്ക് പോകുന്ന വെച്ചാല് നമ്മളെ വേറെ ഫ്രണ്ട്സും റിലേറ്റീവ്സും നമ്മളെ കൊണ്ടുപോവില്ല. അത് തന്നെ ഉദ്ദേശിച്ചോ? അപ്പൊ നമ്മൾ എവിടേക്ക് പോകും? വീണ്ടും താഴ്ന്നവര് നമ്മളോട് ഒരു പാവം തോന്നിട്ട് അവര് നമ്മളെ കൊണ്ടുപോകാം. പക്ഷെ അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കാതിന്ന്? തിരിച്ച് നമ്മൾ എവിടേക്ക് തന്നെ പോകണം? നമ്മളെ വീട്ടിലേക്ക് തന്നെ പോകേണ്ടത്, പെർമനന്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക്. അപ്പൊ ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് നമ്മൾ ശ്രമിക്കാതെ, നമ്മളിപ്പോ ഈ ഭൗതിക ലോകം എന്ന് വെച്ചാൽ നമ്മളെ ടെമ്പററി ആണ്, അല്ലെ? പെർമനന്റ് അല്ല. പെർമനന്റ് ശരിക്കും നമ്മൾ എവിടെയാണ്? ഭഗവാന്റെ ധാമിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ഭഗവാന്റെ ലോകത്ത് നമ്മൾ ഇവിടെ വന്നിട്ടും തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോകാൻ ശ്രമിക്കാതെ നമ്മൾ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ, നമ്മൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, അതാരായാലും എന്താണ് ചെയ്യേണ്ടി വരുന്നത്? അതാരായാലും അജ്ഞാനം നിറഞ്ഞ അന്ധകാരം നിറഞ്ഞ ലോകങ്ങളിൽ, അതായത് ഭൂമിയിലേക്ക് താഴെയുള്ള ലോകങ്ങളിലേക്ക് പോകേണ്ടി വരും. അന്ധകാരം നിറഞ്ഞ അജ്ഞാനം നിറഞ്ഞ ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? നരകലോകങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരുന്നതാണ് മൂന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ സാക്ഷാത്കാരം നേടാനായിട്ട് ശ്രമിക്കുന്നില്ല. നമ്മൾ മിണ്ടാതെ ഈ ഭൗതിക ലോകത്തെ സുഖം അനുഭവിച്ചിരിക്കുക എന്നാണ് വിചാരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പിന്നെ മനുഷ്യജന്മം കിട്ടില്ല, ഈ ഭൂമിയിൽ ജനിക്കാൻ പറ്റില്ല. നമ്മൾ എവിടേക്ക് പോകേണ്ടി വരും? താഴ്ന്ന ലോകങ്ങളിലേക്ക് പോകേണ്ടി വരും. അന്ധകാരം നിറഞ്ഞ അജ്ഞാനം നിറഞ്ഞ ലോകങ്ങളിലേക്ക് പോകേണ്ടി വരുന്നതാണ് മൂന്നാമത്തെ മന്ത്രത്തില് പറയുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇന്നലെ എടുത്ത 3 മന്ത്രം ക്ലിയർ ആയോ? സംശയം ഉണ്ടോ ആർക്കെങ്കിലും ഈ 3 ഹരേ കൃഷ്ണ. എല്ലാവർക്കും ക്ലിയർ ആയി? ഇനി നമുക്ക് അടുത്തേക്ക് പോവാലോ. ഈശോപനിഷത്ത് അടുത്ത മന്ത്രം 4. മന്ത്രം 4 എളുപ്പമാണ്. ഇതൊക്കെ എളുപ്പമുള്ള മന്ത്രങ്ങളാണ് നമുക്ക്. ഹരേ കൃഷ്ണ. ഈശോപനിഷത്ത് മന്ത്രം 4. അനേജദേകം മനസോ ജവീയോ നൈനതേവ ആപ്നുവൻ പൂർവമർഷത് തഥാവതോ അന്യാനതേതി തിഷ്ഠത് തസ്മിന്നപോ മാതരിശോ ദദാതി. അനേജദേകം മനസോ ജവീയോ നൈനദേവ ആപ്നുവൻ പൂർവമർഷത് തഥാവതോ അന്യാനതേതി തിഷ്ഠത് തസ്മിന്നപോ മാതരിശോ ദദാതി. എന്തെങ്കിലും മനസ്സിലായത്? ഇല്ലല്ലേ? ഒന്നുകൂടെ ചൊല്ലോ മാതാജി, ഒരു പ്രാവശ്യം കൂടി. ഹരേ കൃഷ്ണ. അനേജദേകം മനസോ ജവീയോ നൈനദേവ ആപ്നുവൻ പൂർവമർഷത് തഥാവതോ അന്യാനതേതി തിഷ്ഠത് തസ്മിന്നപോ മാതരിശോ ദദാതി. എന്താ പറയുന്നത് ഇവിടെ? ഭഗവാനെ കുറിച്ച് പറയാണ്. എന്താ പറയണത്? സ്വധാമസ്ഥനെങ്കിലും പരമപുരുഷൻ മനസ്സിനേക്കാൾ വേഗത കൂടിയവനും മറ്റെല്ലാവരെയും അതിക്രമിക്കാൻ കഴിവുള്ളവനുമാണ്. ഭഗവാൻ എപ്പോഴും എവിടെ ഉണ്ടാവുക? സ്വധാമത്തില്, ഭഗവാന്റെ ധാമത്തില്, അല്ലെ? ഗോലോക വൃന്ദാവനത്തിലാണ് ഭഗവാൻ എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പൊ സ്വധാമസ്ഥനെങ്കിലും പരമപുരുഷൻ എങ്ങനെയാണ്? മനസ്സിനേക്കാൾ വേഗത കൂടിയവനും മറ്റെല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനുമാണ്.
എല്ലാവരെയും അതിക്രമിക്കാൻ അതിശയിപ്പിക്കാൻ കഴിയുന്നതിനുമാണ് ആര്? ഭഗവാൻ. സ്വതാമസത്തിലാണ് നിൽക്കുന്നതെങ്കിലും പരമപുരുഷൻ മനസ്സിനേക്കാൾ വേഗത കൂടിയവനും മറ്റെല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനുമാണ്. ശക്തിമാന്മാരായ ദേവന്മാർക്കും അദ്ദേഹം അപ്രാപ്യൻ തന്നെ. മറ്റുള്ള ദേവന്മാർക്ക്, ശക്തിമാന്മാരായിട്ടുള്ള ദേവന്മാർക്ക് അദ്ദേഹം അപ്രാപ്യനാണ്. പിന്നെ ഒരിടത്ത് സ്ഥിതനെങ്കിലും, ഭഗവാൻ ഒരിടത്ത് സ്ഥിതനാണ്. എവിടെയാണ്? സ്വധാമത്തിലാണ് ഭഗവാൻ സ്ഥിതനെങ്കിലും കാറ്റിന്റെയും മഴയുടെയും മറ്റും അതിദേവതകളെ നിയന്ത്രിക്കുന്നു. അപ്പൊ ഭഗവാൻ സ്വധാമത്തിൽ ഇരുന്നു കൊണ്ട് കാറ്റിന്റെ ദേവനെയും മഴയുടെ ദേവനെയും ഒക്കെ നിയന്ത്രിക്കുക, അതിദേവതകളെ നിയന്ത്രിക്കുന്നു. മഹത്വത്തിൽ അവിടുന്ന് സകലതിനെയും അതിശയിപ്പിക്കുന്നു. ഇവിടെ ഭഗവാന്റെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാൻ എങ്ങനെയാണ്? സ്വധാമസ്ഥനാണ്. ഭഗവാൻ സ്വധാമത്തിലാണ് എപ്പോഴും. ആ സ്വധാമത്തിൽ ഇരിക്കുന്ന ഭഗവാൻ മനസ്സിനേക്കാൾ വേഗത കൂടിയവനും മറ്റെല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനുമാണ്. മാത്രമല്ല കാറ്റിന്റെയും പിന്നെന്താണ് മഴയുടെയും ദേവന്മാരെയൊക്കെ നിയന്ത്രിക്കുന്നതാണ് ഭഗവാൻ. ശക്തിമാന്മാരായ ദേവന്മാർക്ക് അപ്രാപ്യനാണ് ഭഗവാൻ. പിന്നെന്താ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ മഹത്വത്തില് എല്ലാവരെയും അതിശയിപ്പിക്കുകയാണ്, എല്ലാറ്റിനെയും അതിശയിപ്പിക്കുകയാണ്. ഭഗവാന്റെ മഹത്വം എല്ലാവരും അതിശയിക്കുന്നതാണ്. ഇതാണ് 4ാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ മഹത്വത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത് ഇവിടെ? സ്വധാമസ്ഥനാണെങ്കിലും ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത്? ഗോലോക വൃന്ദാവനത്തില്. അവിടെ നിന്നുകൊണ്ട് ഭഗവാൻ എന്തിനൊക്കെ നിയന്ത്രിക്കുന്നതാണ്? കാറ്റിന്റെ മഴയുടെയും ദേവന്മാരെയൊക്കെ, എല്ലാ ദേവന്മാരെയും നിയന്ത്രിക്കുന്നുണ്ട്, സകലതിനെയും അതിശയിപ്പിക്കുന്നുണ്ട്. മനസ്സിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും ഭഗവാന്. പിന്നെ മറ്റെല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനാണ്. എല്ലാ ദേവന്മാർക്കും, ശക്തിമാന്മാരായിട്ടുള്ള ദേവന്മാർക്കും അപ്രാപ്യനാണ് ഭഗവാൻ. അതാണ് എന്ത് പറയുന്നത്? ഈ മന്ത്രത്തിൽ പറയുന്നത്. മനസ്സിലായോ? ഹരേ കൃഷ്ണ. ഓക്കെ ആണ് എല്ലാവർക്കും? അപ്പൊ സ്വധാമത്തിൽ ഇരിക്കും ഭഗവാൻ. എവിടെയാണ്? എപ്പോഴും സ്വധാമത്തിലാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഭഗവാൻ ഇതൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഭഗവാൻ ഓരോ കാര്യത്തിനും ഇങ്ങോട്ട് ഓടി വരല്ല ചെയ്യുന്നത്. ഭഗവാൻ അവിടെ നിന്നുകൊണ്ട് കാറ്റിന്റെയും മഴയുടെയും എല്ലാ ദേവന്മാരെയും നിയന്ത്രിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയണത്? മനസ്സിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാൻ ഭഗവാന് സാധിക്കുന്നുണ്ട്. എല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനാണ്. എല്ലാ ദേവന്മാർക്കും അപ്രാപ്യനാണ് ഭഗവാൻ. പിന്നെ മഹത്വത്തില് ഭഗവാൻ എല്ലാ സകലത്തിനെയും അതിശയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ മഹത്വമാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി മാനസിക ഊഹാപോഹങ്ങളിലൂടെ ഭഗവാനെ അറിയാൻ കഴിയില്ല. ഭഗവത് കാരുണ്യത്തിൽ അവിടത്തെ ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാനെ അറിയാൻ കഴിയൂ. കാറ്റിന്റെയോ മനസ്സിന്റെയോ വേഗത്തിൽ 100 കണക്കിന് വർഷങ്ങൾ സഞ്ചരിച്ചാലും പരമസത്യത്തെ വളരെ വിദൂരമായി മാത്രമേ അറിയാൻ കഴിയൂ എന്ന് ബ്രഹ്മസംഹിത വ്യക്തമാക്കുന്നു. അപ്പൊ നമുക്ക് ഭഗവാനെ ഊഹാപോഹങ്ങളിലൂടെ ഭഗവാനെ കുറിച്ച് അറിയാൻ കഴിയില്ല. ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ. അതെങ്ങനെ? ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഭക്തന്മാർക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കും. അപ്പോ കാറ്റിന്റെയും മനസ്സിന്റെയും വേഗത്തിൽ 100 കണക്കിന് വർഷം സഞ്ചരിച്ചാലും പരമസത്യത്തെ മനസ്സിലാക്കാനായിട്ട് വളരെ വിദൂരത്തില് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് ബ്രഹ്മസംഹിത വ്യക്തമാക്കുന്നുണ്ട്. അപ്പോ ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് ഭക്തന്മാർക്ക് മാത്രമേ, ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഭക്തന്മാർക്ക് മാത്രം അറിയാൻ സാധിക്കും. ഊഹാപോഹങ്ങളിലൂടെ ഒന്നും ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കില്ല. കാറ്റിന്റെയും മനസ്സിന്റെയും വേഗത്തിൽ 100 കണക്കിന് വർഷം സഞ്ചരിച്ചാലും വിദൂരത്തിൽ മാത്രമേ പരമസത്യമായിട്ടുള്ള ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്. അതായത് ഭഗവാന്റെ മഹത്വം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. പരമപുരുഷൻ കൃഷ്ണലോകം അല്ലെങ്കിൽ ഗോലോകം എന്നറിയപ്പെടുന്ന തന്റെ ആധ്യാത്മിക ധാമത്തിൽ സ്ഥിതനായി തന്റെ ലീലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഭഗവാൻ എപ്പോഴും എവിടെയാണ്? ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലാണ് ഭഗവാൻ സ്ഥിരമായിട്ട്, അവിടെയാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. ധാമത്തിലാണ് ഇരിക്കുന്നത്. ഒരിടത്ത് സ്ഥിതനെങ്കിലും തനിക്ക് തന്റെ ചൂടും പ്രകാശവും എല്ലാ സ്ഥലത്തേക്കും വ്യാപിപ്പിക്കാൻ കഴിയും. അതുപോലെ സ്വധാമത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ തന്റെ വൈവിധ്യമാർന്ന ശക്തി വിശേഷങ്ങളെ വ്യാപിപ്പിക്കാൻ കഴിയും. അപ്പൊ ആ സ്വധാമത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ എന്ത് സാധിക്കും? ചൂടും പ്രകാശവും എല്ലാം എല്ലാ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനായിട്ട് സാധിക്കും. ഭഗവാന്റെ ആ ജ്യോതി, ബ്രഹ്മജ്യോതി എന്നാണ് പ്രകാശം കിട്ടുന്നത്. ആ പ്രകാശം എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കാൻ ആർക്ക് സാധിക്കും? ഭഗവാൻ ആ സ്വധാമത്തിൽ നിന്നുകൊണ്ട് തന്നെ ഭഗവാന് സാധിക്കും. അതുപോലെ തന്നെ ഭഗവാന്റെ വൈവിധ്യമാർന്ന ശക്തി വിശേഷങ്ങളെ വ്യാപിപ്പിക്കാനും കഴിയും. അപ്പൊ സ്വധാമത്തിൽ നിന്നുകൊണ്ട് ഭഗവാന് തന്റെ ചൂടും പ്രകാശവും എല്ലാ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനും അതുപോലെ തന്നെ വൈവിധ്യമാർന്ന ശക്തി വിശേഷങ്ങളെ വ്യാപിപ്പിക്കാനും ആർക്ക് സാധിക്കും? ഭഗവാന് സാധിക്കും. ഭഗവാൻ എപ്പോഴും അവിടെയാണ്, അവിടെ തന്നെ നിന്നുകൊണ്ടാണ് ഭഗവാൻ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്.
പരമപുരുഷന്റെ ശക്തികൾ. ഇനി പരമപുരുഷന്റെ ശക്തികളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് അന്തരംഗ ശക്തി, ബാഹ്യ ശക്തി. അപ്പൊ ഫസ്റ്റ് അന്തരംഗ ശക്തി. അന്തരംഗ ശക്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്? രാധാറാണി. പിന്നെ വേറെ നമ്മൾ എന്ത് പറയാം? എന്ത് മായയാണ്? യോഗമായ അല്ലെ? യോഗമായ. ദുർഗാദേവി. ബാഹ്യശക്തി, ബഹിരംഗ ശക്തി എന്ന് പറയുന്നത് ദുർഗാദേവിയാണ്, അല്ലെങ്കിൽ മഹാമായയാണെന്ന് പറയാം. തടസ്ഥ ശക്തി എന്ന് പറയുന്നത് ജീവാത്മാക്കളാണ്. വായു, പ്രകാശം, മഴ തുടങ്ങിയ പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കുന്നതിനും ഭരിക്കുന്നതിനും ചുമതലപ്പെട്ട അതിദേവതകൾ പരമപുരുഷന്റെ തടസ്ഥ ശക്തിയിൽ പെടുന്നു. മനുഷ്യരുൾപ്പെടെ താഴ്ന്ന തരം ജീവസത്തകൾ തടസ്ഥ ശക്തിയിൽ ഉൾപ്പെടുന്നു. അപ്പൊ തടസ്ഥ ശക്തിയില് ജീവാത്മാക്കൾ എന്ന് പറയുമ്പോൾ മനുഷ്യര് മാത്രമല്ല വരുന്നത് അല്ലെ? ദേവന്മാരും ഒക്കെ ആരാണ്? ഉയർന്ന ജീവാത്മാക്കളാണ്. ജീവാത്മാക്കൾ തന്നെയാണ്. അതില് ഉയർന്ന കാറ്റഗറിയിലാണ് ആര് വരുന്നത്? എല്ലാ ദേവന്മാരും വരുന്നത്. അപ്പൊ എല്ലാവരും ഇതിൽ വരുന്നതാണ്? തടസ്ഥ ശക്തിയിൽ വരുന്നതാണ്. ഭൗതിക ലോകം ഭഗവാന്റെ ബാഹ്യശക്തിയുടെ സൃഷ്ടിയും ആധ്യാത്മിക വ്യോമത്തിലുള്ള സ്വധാമം ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ ആവിഷ്കാരമാണ്. അപ്പൊ രണ്ട് ലോകം, ഒന്ന് ആധ്യാത്മിക ലോകവും രണ്ടാമത്തെ ഭൗതിക ലോകം. ഭൗതിക ലോകം ആരുടെ കൺട്രോളിലാണ്, നിയന്ത്രണത്തിലാണ്? ഭഗവാന്റെ ബഹിരംഗ ശക്തിയായിട്ടുള്ള ആരാണ്? ദുർഗാദേവിയുടെ ബഹിരംഗ ശക്തിയുടെ നിയന്ത്രണത്തിലാണ് ആര്? ഏത് ലോകം? ഭൗതിക ലോകം. ആധ്യാത്മിക ലോകം ഭഗവാന്റെ ഏത് ശക്തിയാണ്? അന്തരംഗ ശക്തി. അന്തരംഗ ശക്തിയുടെ നിയന്ത്രണത്തിലുള്ളതാണ് ഇത് ആധ്യാത്മിക ലോകം. ഭഗവാന്റെ പലതരത്തിലുള്ള ചൈതന്യം എല്ലാ സ്ഥലത്തും തന്റെ ശക്തി വിശേഷങ്ങളിലൂടെ സർവത്ര വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ഭഗവാന്റെ ചൈതന്യം എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ അതെങ്ങനെയാണ്? ശക്തി വിശേഷങ്ങളിലൂടെ എല്ലായിടം വ്യാപിച്ചിരിക്കുകയാണ് ഭഗവാന്റെ ചൈതന്യം. ഈ ശക്തികളെ പരമോന്നത സത്യമായോ പരമപുരുഷനായോ തെറ്റിദ്ധരിക്കരുത്. അവിടുത്തെ രൂപം നഷ്ടപ്പെടുമെന്ന ധാരണ ശരിയല്ല. നമ്മുടെ പരിമിതമായ ഗ്രഹണശക്തിക്ക് അനുസരിച്ച് ഭഗവാനെ പരിമിതപ്പെടുത്താൻ നിവർത്തിയില്ല. അപ്പൊ ഭഗവാന്റെ ശക്തികള് എല്ലാവിടം വ്യാപിച്ചിരിക്കുന്നതാണ് ഭഗവാന്റെ ശക്തികള്. അത് എങ്ങനെ കാണരുതെന്ന് പറഞ്ഞത്? പരമോന്നത സത്യമായിട്ടോ പരമപുരുഷനായിട്ടോ തെറ്റിദ്ധരിക്കരുത്. കാരണം ഭഗവാന്റെ ശക്തി മാത്രമാണത്. അത് ഭഗവാന്റെ പരമപുരുഷനായിട്ടോ പരമോന്നത സത്യമായിട്ടോ നമ്മൾ തെറ്റിദ്ധരിക്കാനായിട്ട് പാടില്ല. നമ്മുടെ പരിമിതമായ ഗ്രഹണ ശക്തിക്ക് അനുസരിച്ച് ഭഗവാനെ പരിമിതപ്പെടുത്തുവാൻ നിവർത്തിയില്ല. അപ്പൊ ഭഗവാന്റെ രൂപം നഷ്ടപ്പെടുമെന്ന ധാരണ ശരിയല്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഭഗവാന്റെ ശക്തികളാണത്. ആ ശക്തി ആണ്. പക്ഷെ അതെന്ത്? പരമപുരുഷനായിട്ടോ പരമോന്നത സത്യമായിട്ടോ നമ്മൾ തെറ്റിദ്ധരിക്കാനായിട്ട് പാടില്ല. അപ്പൊ ഭഗവാന്റെ ശക്തികളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ഗ്രഹണ ശക്തിക്ക് അനുസരിച്ച് നമ്മൾ പരിമിതപ്പെടുത്താനായിട്ട് നിവർത്തിയില്ല. അപ്പൊ ഭഗവാൻ ഒരു അവതാരം എടുക്കുമ്പോ ആ അവതാരത്തിന്റെ ലക്ഷ്യം എന്താണോ അതിന് എത്ര ശക്തി വേണോ അത്ര ശക്തിയുടെ അവിടെ ആവശ്യമുള്ളൂ. അല്ലാണ്ട് ഭഗവാന്റെ ഫുള്ള് ശക്തി അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ? അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അതിന് വേണ്ട ശക്തി മാത്രമേ ആ അവതാരത്തിൽ ഉണ്ടാകുള്ളൂ. അതിന്റെ അർത്ഥം എന്തല്ല? ഭഗവാന് ശക്തിയില്ല എന്നല്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കാനായിട്ട് പാടില്ല. വ്യക്തിഗത അംശങ്ങൾക്ക് ഭഗവാന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെങ്കിലും അവയ്ക്ക് പരിമിതിയുണ്ട്. അപ്പൊ ഭഗവാന്റെ വ്യക്തിഗതമായ അംശങ്ങള് അതിന് ഭഗവാന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകും. പക്ഷെ എന്തുണ്ടാവും? അതിനൊക്കെ പരിമിതി ഉണ്ടാകും. മാനസിക ഊഹാപോഹം വഴി ഭഗവാനെ വ്യക്തിത്വം സ്ഥാപിക്കാനുള്ള വിഫല ശ്രമത്തിനെതിരെ ഈശോപനിഷത്ത് താക്കീത് നൽകുന്നു. അപ്പൊ നമ്മൾ ഈ മാനസിക ഊഹാപോഹത്തിലൂടെ ഭഗവാന് വ്യക്തിത്വം സ്ഥാപിക്കാനുള്ള നമ്മുടെ ശ്രമത്തിന് ഈശോപനിഷത്ത് ഇവിടെ താക്കീത് നൽകുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഊഹാപോഹത്തിലൂടെ ഭഗവാന് എന്ത് ചെയ്യാണ്? വ്യക്തിത്വം സ്ഥാപിക്കാനുള്ള ശ്രമം. അതിവിടെ ഈശോപനിഷത്ത് താക്കീത് നൽകുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ അംശങ്ങളായ ജീവസത്തകൾക്ക് അവിടുത്തെ ഇച്ഛാശക്തിക്ക് വഴങ്ങി പ്രവർത്തിക്കുന്നതിനുള്ള ശക്തി നൽകിയിരിക്കുന്നു. ഈ അംശങ്ങൾ പൂർണ്ണത്തെ സേവിക്കുക എന്ന തന്റെ നിയത കർമ്മം വിസ്മരിക്കുമ്പോൾ മായയിൽ അകപ്പെട്ടതായി തീരുന്നു. അപ്പൊ ഭഗവാന്റെ അംശങ്ങള് ജീവാത്മാക്കൾക്ക് ഭഗവാന്റെ ഇച്ഛാശക്തിക്ക് വഴങ്ങി പ്രവർത്തിക്കുന്നതിനുള്ള ശക്തി നൽകുക. അപ്പൊ നമ്മൾ ജീവാത്മാക്കള് എങ്ങനെയാ പ്രവർത്തിക്കേണ്ടത്? ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതായത് ഈ അംശങ്ങൾ പൂർണ്ണത്തെ സേവിക്കുക എന്ന തന്റെ നിയത കർമ്മം വിസ്മരിക്കുമ്പോൾ മായയിലകപ്പെട്ടതാകുന്നു. അപ്പോ ഭഗവാന്റെ അംശമാണ് ജീവാത്മാക്കള്. ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ശക്തി ജീവാത്മാക്കൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ അവര് മറന്നു പോകാണ്. തന്റെ പൂർണ്ണാംശം ഭഗവാനാണെന്നുള്ള സത്യം മറന്നുപോയി ഭഗവാനെ സേവിക്കുകയാണ് തന്റെ നിയതമായ കർമ്മം എന്ന് മറന്നു പോകുമ്പോൾ അവരെന്തിലകപ്പെടും? മായയിലകപ്പെട്ടതായിട്ട് വരാണ് ചെയ്യുന്നത്.
എല്ലാ ഭഗവത് ശക്തികളാണെന്ന് ഗ്രഹിച്ച് ബുദ്ധിയുക്തമായി തന്റെ പ്രയത്നവും കർമ്മശേഷിയും വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ ബാഹ്യശക്തിയായ മായയുമായുള്ള ബന്ധം കാരണം നഷ്ടപ്പെട്ടതായ മൗലിക ബോധത്തെ പുനരുജ്ജീവിക്കാനായിട്ട് കഴിയും. അപ്പൊ എല്ലാം ഭഗവാന്റെ ശക്തികളാണെന്ന് ഗ്രഹിച്ച് ബുദ്ധിയുക്തമായിട്ട് തന്റെ പ്രയത്നവും കർമ്മശേഷിയും വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ബാഹ്യശക്തിയായിട്ടുള്ള മായയുമായിട്ടുള്ള ബന്ധം കാരണം അപ്പോ എന്ത് പറ്റും, നഷ്ടപ്പെട്ടതായ മൗലിക ബോധത്തെ പുനരുജ്ജീവിക്കാനായിട്ട് നമുക്ക് നമ്മളെ ബോധം പുനരുജ്ജീവിക്കാനായിട്ട് നമുക്കപ്പോ സാധിക്കും. അപ്പൊ എല്ലാം ഭഗവാന്റെ ശക്തികളാണെന്ന് മനസ്സിലാക്കി ബുദ്ധിയുക്തമായിട്ട് തന്റെ പ്രയത്നവും കർമ്മശേഷിയും വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുക. അപ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാക്കുന്നത്, ബാഹ്യശക്തിയായ മായയുമായുള്ള ബന്ധം കാരണം നഷ്ടപ്പെട്ടതായ മൗലിക ബോധത്തെ. അപ്പൊ നമ്മള് ഇത്രയും നേരം നമ്മളെ ബോധം പോയത് എന്തുകൊണ്ടാണ്, മായയുമായിട്ടുള്ള ബന്ധം കാരണം കൊണ്ടാണെന്ന് മനസ്സിലാക്കി നമ്മൾ ആ ബോധത്തെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പൂർണ്ണജ്ഞാനം എന്നാൽ ഭഗവാനെ അവിടുത്തെ എല്ലാ സവിശേഷതകളും കൂടി അറിയലും അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയുകയുമാണ്. അപ്പൊ പൂർണ്ണജ്ഞാനം, പരിപൂർണ ജ്ഞാനം എന്ന് വെച്ചാൽ എന്താ അർത്ഥാക്കുന്നത്, ഭഗവാനെ എല്ലാ സവിശേഷതകളും കൂടി ഭഗവാനെ മനസ്സിലാക്കുക, ഭഗവാന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയുക. അതാണ് പൂർണ്ണജ്ഞാനം എന്നുകൊണ്ട് അർത്ഥാക്കുന്നത്. പരിപൂർണ്ണജ്ഞാനം, ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാന്ന് പറഞ്ഞാല് ഭഗവാന്റെ എല്ലാ സവിശേഷതകളും കൂടി ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുക, എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും അറിയുക ഭഗവാന്റെ. അതാണ് പൂർണ്ണജ്ഞാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമുക്കിതില് പറയാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതില് നമുക്ക് മെയിൻ ആയിട്ട് ഭഗവാന്റെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാൻ എങ്ങനെയാണ്, ഭഗവാൻ എപ്പോഴും സ്വധാമത്തിലാണ് ഇരിക്കുന്നത്. ആ സ്വധാമത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യാണ്, എല്ലാവരും നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ദേവന്മാരെ നിയന്ത്രിക്കുന്നു, എല്ലാത്തിന്റെ അധിപന്മാര് ദേവന്മാരെ നിയന്ത്രിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഭഗവാന്റെ ശക്തി വിശേഷങ്ങൾ കൊണ്ട് സകലതിനെയും അതിശയിപ്പിക്കുന്നു. പിന്നെന്താണ്, എല്ലാവർക്കും ഭഗവാൻ എല്ലാവരും അതിക്രമിക്കാൻ കഴിയുന്നവനാണ്, മനസ്സിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നവനാണ് ഭഗവാൻ. ആ മഹത്വമാണ് ഇവിടെ ഈ മന്ത്രത്തില് പറയുന്നത്. ഹരേ കൃഷ്ണ. ഇതും കൂടി എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻസ് നോക്കുമ്പോ ചെറുതാണ് ഇതൊക്കെ, ചിലത് മാത്രം വരുമ്പോ നമുക്കൊരു ചെറുത്. ഈശോപനിഷത്ത് മന്ത്രം 5. ഹരേ കൃഷ്ണ. തദേജതി തനേജതി തഥൂരേ തത്വന്തികേ തദന്തരസ്യ സർവസ്യ തതോ സർവസ്യാസ്യ ബാഹ്യത. തദേജതി തനേജതി തഥൂരേ തദ്വന്തികേ തദന്തരസ്യ സർവസ്യ തതോ സർവസ്യാസ്യ ബാഹ്യത. തദേജതി തനൈജതി തഥൂരേ തദ്വന്തികേ തദന്തരസ്യ സർവസ്യ തതോ സർവസ്യാസ്യ ബാഹ്യത. നോക്കാം ഇതെന്താ പറയുന്നത്. ഇവിടെ ഭഗവാന്റെ വൈരുദ്ധ്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത് ഇവിടെ, ഭഗവാൻ ചലിക്കുന്നു, ചലിക്കാതിരിക്കുകയും ചെയ്യുന്നു. സർവേശ്വരൻ ചലിക്കുന്നുണ്ട്, ചലിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ വിദൂരസ്ഥനെങ്കിലും സമീപസ്ഥനുമാണ് ഭഗവാൻ. അവിടുന്ന് സകലതിന്റെയും അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ഇതിൽ പറഞ്ഞത്. അപ്പൊ എന്താ പറഞ്ഞത്, കഴിഞ്ഞതിൽ നമ്മൾ ഭഗവാന്റെ മഹത്വം, ഭഗവാൻ സ്ഥിരമായിട്ട് എവിടെയാണ്, ഭഗവാന്റെ ധാമത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. ഇതിൽ ഭഗവാന്റെ വൈരുദ്ധ്യങ്ങൾ പറയാണ്. എന്താണ്, ഭഗവാൻ ചലിക്കുന്നുമുണ്ട്, ചലിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഭഗവാൻ വിദൂരസ്ഥനാണെങ്കിലും സമീപസ്ഥനുമാണ്, എല്ലാത്തിന്റെയും അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. എന്താ പറഞ്ഞിവിടെ, സർവേശ്വരൻ ചലിക്കുന്നു, ചലിക്കാതിരിക്കുന്നു. ഭഗവാൻ വിദൂരസ്ഥനാണെങ്കിലും ഒപ്പം തന്നെ എന്താണ്, സമീപസ്ഥനുമാണ്, സകലതിന്റെയും അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നു. നമുക്ക് നോക്കാം. ഇത് മനസ്സിലായി, പറഞ്ഞത് മനസ്സിലായോ? ചലിക്കുന്നു, ചലിക്കുന്നില്ല താനും. ഇത്തരം വൈരുദ്ധ്യം അവിടുത്തെ വർണ്ണനാതീതമായ ശക്തിവിശേഷത്തെ വെളിവാക്കുന്നു. അപ്പൊ ഭഗവാൻ ചലിക്കുന്നു, ചലിക്കുന്നില്ല എന്ന് പറയുന്നത് ഭഗവാന്റെ വൈരുദ്ധ്യം, വർണ്ണനാതീതമായ ശക്തിവിശേഷത്തെയാണ് അവിടെ വെളിവാക്കുന്നത്. നമുക്ക് രൂപമില്ല എങ്കിൽ നമ്മൾ ഇരിക്കുന്നതും നടക്കുന്നതും ഒന്നും തന്നെ തിരിച്ചറിയാൻ, ഭഗവാനെ നമുക്ക് കാണാൻ കഴിയാത്തതിന് കാരണം നമ്മുടെ അയോഗ്യത ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പൊ നമുക്ക്
എന്താ പറയുക, ഇവിടെ ഭഗവാൻ ചലിക്കുന്നുണ്ട്, ചലിക്കുന്നില്ല. ഇത്തരം വൈരുദ്ധ്യം ഭഗവാന്റെ വർണ്ണനാതീതമായ ശക്തിവിശേഷത്തെയാണ് അവിടെ വെളിവാക്കുന്നത്. അപ്പൊ നമുക്ക് രൂപമില്ല എങ്കിൽ നമുക്ക് ഇരിക്കുന്നതോ നടക്കുന്നതോ ഒന്നും തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഭഗവാനെ നമുക്ക് കാണാൻ കഴിയാത്തത് കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ അയോഗ്യത കൊണ്ടാണ് നമുക്ക് ഭഗവാനെ കാണാനായിട്ട് സാധിക്കാത്തത്. അപ്പൊ ഈ മന്ത്രത്തില് ഭഗവാന്റെ അചിന്ത്യ ശക്തികളാൽ നിറവേറ്റപ്പെടുന്ന അതീന്ദ്രിയ കർമ്മങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ശക്തികൾ നമുക്കറിയാം അചിന്ത്യമാണ്, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണെന്ത് ഭഗവാന്റെ ശക്തികൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഭഗവാൻ നിറവേറ്റുന്ന അതീന്ദ്രിയ കർമ്മത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ വൈരുദ്ധ്യങ്ങള് നമ്മൾ പറഞ്ഞു, അചിന്ത്യ ശക്തികളെ സമർത്ഥിക്കുന്നതാണ് ഭഗവാന്റെ അചിന്ത്യ ശക്തികൾ. അതായത് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ് ഭഗവാന്റെ ശക്തികൾ, അതിനെ സമർത്ഥിക്കുന്നതാണ് ഇത് ഈ മന്ത്രം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, പരിമിതമായ ഇന്ദ്രിയങ്ങൾക്ക് ഈ ഭഗവാന്റെ ഈ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും പ്രയാസമായിരിക്കും. ഇത് ഇങ്ങനെ എന്താ പറയുക, മായാവാദികൾ ഭഗവാന്റെ അപൗരുഷേയ വ്യാപാരങ്ങൾ മാത്രം സ്വീകരിക്കുകയും സകാര രൂപത്തിലുള്ള ലീലകളെ നിരാകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഭാഗവത സമ്പ്രദായക്കാർ ഭഗവാൻ ഒരേ സമയം സകാരനും നിരാകാരനും ആണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോ മായാവാദികൾ എന്താണ്? ഭഗവാന്റെ അപൗരുഷേയ വ്യാപാരങ്ങൾ മാത്രം. അപൗരുഷേയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ മനുഷ്യർക്കപ്പുറത്തുള്ളത്, അത്തരത്തിലുള്ള വ്യാപാരങ്ങൾ മാത്രം സ്വീകരിക്കുകയും സകാര രൂപത്തിലുള്ള ലീലകളെ നിരാകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഒരു രൂപമായിട്ടുള്ള നിരാകാര രൂപത്തിലുള്ളത് അവർ സ്വീകരിക്കുന്നു, അപൗരുഷയമായിട്ടുള്ള വ്യാപാരങ്ങൾ മാത്രം സ്വീകരിക്കുന്നു, സകാര രൂപത്തിലുള്ള ലീലകള് നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഭാഗവത സമ്പ്രദായത്തിലുള്ളവരാണെങ്കിലോ ഭഗവാൻ ഒരേ സമയം തന്നെ സകാരനും നിരാകാരനുമാണെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഭഗവാൻ ഒരേ സമയം നമുക്കറിയാം ബ്രഹ്മമായിട്ടും പരമാത്മാവായിട്ടും ഭഗവാനായിട്ടും നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്കറിയാം ഓരോരുത്തരും ഏത് രീതിയിലാണോ ഭഗവാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ചിലവര് ബ്രഹ്മമായിട്ട് മനസ്സിലാക്കുന്നു, പരമാത്മാവായിട്ട് മനസ്സിലാക്കുന്നു, ഭഗവാനായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഒരേ സമയം തന്നെ നമുക്ക് ഭഗവാനെ സകാരനായിട്ടും നിരാകാരനായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഭാഗവത സമ്പ്രദായക്കാര്. പക്ഷെ മായാവാദികൾ ഭഗവാന്റെ എന്താണ്? അപൗരുഷേയ വ്യാപാരങ്ങൾ മാത്രം സ്വീകരിക്കുന്നു, സകാര രൂപത്തിലുള്ള ലീലകളെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം കണ്ണുകൾ കൊണ്ട് കഴിയുന്നില്ല എന്നത് കൊണ്ട് തന്നെ ഭഗവാന്റെ സകാരമായ നിലനിൽപ്പിനെ നമുക്ക് അംഗീകരിക്കാനാവില്ല. സ്വന്തം കണ്ണുകൾ കൊണ്ട് കഴിയുന്നില്ല കൊണ്ട് തന്നെ കാണാൻ കഴിയുന്നില്ലെന്നുകൊണ്ടാണോ? അങ്ങനെയും കൂടെ ഉണ്ട് മാതാജി. എവിടെയത്? സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ലെന്നത് കൊണ്ട് തന്നെ. ഓക്കെ കണ്ടിട്ടുണ്ട്. സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഭഗവാന്റെ സകാരമായ നിലനിൽപ്പിനെ നമുക്ക് അംഗീകരിക്കാനാവില്ല എന്ന വാദഗതിയെ ഭഗവാൻ വിദൂരസ്ഥനാകുമ്പോൾ തന്നെ അവിടുന്ന് സമീപസ്ഥനുമാണ് എന്ന അനുശാസനത്താൽ ഈശോപനിഷത്ത് ഖണ്ഡിക്കുന്നു. അപ്പോ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് ഭഗവാന്റെ സകാരമായ നിലനിൽപ്പിന് നമുക്ക് അംഗീകരിക്കാനാവില്ല. അപ്പൊ നമ്മൾ കാണാത്തത് കൊണ്ട് ഭഗവാൻ ഒരു വ്യക്തിയായിട്ട് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള വാദഗതിയെ ഭഗവാൻ വിദൂരസ്ഥനാകുമ്പോൾ തന്നെ സമീപസ്ഥനുമാണ് എന്ന അനുശാസനത്താൽ ഈശോപനിഷത്ത് ഇവിടെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ ഒരേ സമയം തന്നെ എങ്ങനെയാണ്? സകാരനുമാണ് നിരാകാരനുമാണ്. നമ്മൾ കാണുന്നില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഭഗവാന്റെ രൂപമില്ല എന്നുള്ളതല്ല എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കി തരാണ്. ഭഗവാന്റെ ധാമം ഭൗതിക അന്തരീക്ഷത്തിന് അതീതമാണ്. ഭൗതിക അന്തരീക്ഷം പോലും നമ്മുടെ അളവുകൾക്ക് അതീതമാണല്ലോ. അപ്പൊ ഭഗവാന്റെ ധാമം എന്ന് പറയുന്നത് എവിടെയാണ്? ഭൗതിക ലോകത്തിനപ്പുറത്താണ് ഭഗവാന്റെ ധാമം. ഭൗതിക ലോകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, നമ്മുടെ അളവുകൾക്ക് അപ്പുറത്താണ്. പിന്നെ അതിൽ നിന്നും വിദൂരമായ ആത്മീയ അന്തരീക്ഷത്തെ പറ്റി എന്ത് പറയാനാണ്? അപ്പോ നമുക്ക് ഭൗതിക ലോകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ പിന്നെ നമുക്ക് അതിന്റെ അപ്പുറത്തുള്ള ആത്മീയ ലോകത്തെ പറ്റി നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ആത്മീയ വ്യോമം വിദൂരമാണെന്നും ഭൗതിക ആകാശത്തിൽ നിന്ന് വളരെ അകലെയാണെന്നും ഭഗവത്ഗീത 15:6 പറയുന്നുണ്ട്. അപ്പൊ ആത്മീയ
ലോകങ്ങൾ, അതായത് ആധ്യാത്മിക ലോകങ്ങള് വളരെ വിദൂരത്തിലാണെന്നും ഭൗതിക ആകാശത്തിൽ നിന്ന് വളരെ അകലെയാണെന്നും ഭഗവത്ഗീതയിൽ 15-ാം അധ്യായത്തില് പറയുന്നുണ്ട്. എന്നാൽ വളരെ അകലെ എന്ന വസ്തുതയ്ക്ക് വിരുദ്ധമായി പ്രഭുവിന് പെട്ടെന്നൊരു സെക്കൻഡിനുള്ളിൽ മനസ്സിനേക്കാൾ വായുവിനേക്കാളോ വേഗത്തിൽ നമ്മുടെ മുന്നിൽ എത്തിച്ചേരാൻ കഴിയുന്നു. പക്ഷെ ഇത്ര അകലാണെങ്കിൽ എന്താണ്, ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ മനസ്സിനേക്കാളും വായുവിനേക്കാളും വേഗത്തില് ഭഗവാൻ എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ മുന്നിൽ എത്തിച്ചേരാനായിട്ട് കഴിയുന്നു. ഒരാൾക്കും അതിക്രമിക്കാൻ കഴിയാത്ത വിധത്തിൽ വേഗതയിൽ അവിടത്തേക്ക് ഭഗവാനും മാത്രം സാധ്യമാണിത്. അപ്പോ ഇത് വേറൊരാൾക്കും ചെയ്യാൻ സാധിക്കില്ല, ഭഗവാനും മാത്രമേ അത് സാധ്യമാകുന്നുള്ളൂ. അത് കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലെ. ഭഗവാൻ എന്താണ് ഇതിനേക്കാൾ മനസ്സിനേക്കാൾ വേഗത്തില് ഭഗവാന് വരാൻ സാധിക്കുന്നുള്ളത് കണ്ടതാണ് നമ്മൾ. അതിക്രമിക്കാനായിട്ട് കഴിയാത്ത വേഗതയിൽ അവിടത്തേക്ക് സാധ്യമാണ്, മറ്റൊരാൾക്കും സാധിക്കില്ല അത്. ഇനി പരമപുരുഷൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടത്തെ അവഗണിക്കുന്നു. അതായത് മൂഢപ്രവൃത്തിയെ ഭഗവത്ഗീത 9:11 അവലംബിക്കുന്നു. മൂഢന്മാർ ഭഗവാനെ ഒരു സാധാരണ മനുഷ്യനായി കരുതുന്നു. അവിടുന്ന് നശ്വര ജീവനല്ല, ഭൗതിക സ്വഭാവമുള്ള ഭൗതിക പദാർത്ഥങ്ങളെ കൊണ്ട് രൂപപ്പെടുത്തിയ ശരീരവുമായി ഒരു സാധാരണ ജീവനെ പോലെ ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങളായ ഒരു ശരീരമാണ് അവിടത്തേതെന്ന് പണ്ഡിതന്മാരെന്ന് വിളിക്കപ്പെടുന്നവർ വാദിക്കുന്നു. അതായത് ഭഗവാന്റെ ശരീരം ഭൗതിക ശരീരമാണെന്ന്, ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങളായ ഒരു ഭൗതിക ശരീരമാണെന്ന് ആര് വാദിക്കാണ്? പണ്ഡിതന്മാര് വാദിക്കാണ്. കാരണം മൂഢന്മാര് അങ്ങനെയാണ് ഭഗവാനെ കാണുന്നത്, ഒരു സാധാരണ മനുഷ്യനെ പോലെ, സാധാരണ ജീവാത്മാവായിട്ടാണ് കാണുന്നത്. ഭഗവാൻ അചിന്ത്യ ശക്തി നിറഞ്ഞവനാകയാൽ അദ്ദേഹത്തിന് ഏതു മാധ്യമത്തിലൂടെയും നമ്മുടെ സേവനം സ്വീകരിക്കാൻ കഴിയും. അപ്പൊ ഭഗവാൻ എങ്ങനെയാണ്? അചിന്ത്യനാണ്, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ് ഭഗവാന്റെ ശക്തി. അതുകൊണ്ട് തന്നെ ഏതു മാധ്യമത്തിലൂടെയും നമ്മുടെ സേവനം സ്വീകരിക്കാൻ ആർക്ക് സാധിക്കും? ഭഗവാന് സാധിക്കും. ഊർജങ്ങളുടെ സ്രോതസ് ഭഗവാനാകയാൽ ഭഗവാന് സ്വന്തം ഇച്ഛാനുസരണം അതിനെ പരിവർത്തനം ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ എല്ലാ ഊർജത്തിന്റെ സ്രോതസ് എവിടെ നിന്നാണ് വരുന്നത്? ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലും ആ ഊർജത്തെ പരിവർത്തനം ചെയ്യിക്കാൻ ഭഗവാന് സാധിക്കും. ഉദാഹരണമായി മണ്ണ്, ശില, മരം എന്നിവയാൽ നിർമ്മിതങ്ങളായ അർച്ചാ വിഗ്രഹങ്ങളിൽ പ്രത്യക്ഷനാകാൻ അവിടത്തേക്ക് കഴിയും. അപ്പോ ഉദാഹരണം പറഞ്ഞ എന്താണ്? മണ്ണ്, ശില, മരം ഇങ്ങനെ എന്തെങ്കിലും കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഭഗവാന്റെ അർച്ചാ വിഗ്രഹങ്ങളില് പ്രത്യക്ഷനാകാനായിട്ട് ആർക്ക് സാധിക്കും? ഭഗവാന് സാധിക്കും. പക്ഷെ ഇത് എന്തെല്ലാന്നാ പറഞ്ഞത്? വെറുതെ ഒരു രൂപം മാത്രമല്ല, വിഗ്രഹ പഞ്ചകർ കരുതുന്നത് പോലെ ഈ രൂപങ്ങൾ മരത്തിലോ മറ്റു വസ്തുക്കളിലോ രൂപം ചെയ്യപ്പെട്ട കേവലം ഒരു പ്രതിമകള് ആണെന്നാണ് ആര് കരുതുന്നത്? വിഗ്രഹ പഞ്ചകർ കരുതുന്ന പോലെ ഈ രൂപങ്ങൾ മരത്തിലോ മറ്റു വസ്തുക്കളിലോ രൂപകൽപ്പന ചെയ്യപ്പെട്ടവയെങ്കിലും കേവലം പ്രതിമകളല്ല തന്നെ. അപ്പൊ ഇതൊരു കേവലം പ്രതിമകളല്ല. ഭഗവാൻ ഇച്ഛിക്കുകയാണെങ്കിൽ, ആഗ്രഹിക്കുകയാണെങ്കിൽ ഭഗവാൻ എന്ത് സാധിക്കും? ഭഗവാന് ഈ അർച്ചാ വിഗ്രഹങ്ങളിൽ പ്രത്യക്ഷനാകാനായിട്ട് ഭഗവാന് സാധിക്കും. ഭൗതികം എന്ന് വിശേഷിക്കപ്പെടുന്ന രൂപം സ്വീകരിക്കുന്ന അവിടുന്ന് ഭക്തർ കാക്ഷിക്കുന്ന രൂപത്തിൽ ദർശനം നൽകി വിരാജിക്കുന്നു. അപ്പോ ഭൗതികം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രൂപം സ്വീകരിക്കുന്ന ഭഗവാൻ ഭക്തർ ആഗ്രഹിക്കുന്നത് ഏത് രൂപത്തിലാണോ ആ രൂപത്തിൽ ദർശനം നൽകാനായിട്ട് ഭഗവാന് സാധിക്കും. ആരാധനാ വിഗ്രഹ രൂപം ആരാധകന്റെ ഭാവനയ്ക്കനുസരിച്ചല്ല രൂപം കൊള്ളുന്നതും ഈ രൂപം എല്ലാ പരിച്ഛേദങ്ങളോടും കൂടി സനാതനമായി നിലനിൽക്കുന്നതാണ്. ആരാധനാ വിഗ്രഹ രൂപം ആരാധകന്റെ ഭാവനയ്ക്ക് അനുസരിച്ചല്ല രൂപം കൊള്ളുന്നതും ഈ രൂപം എല്ലാ പരിച്ഛേദങ്ങളോടും കൂടി സനാതനമായി നിലനിൽക്കുന്നതുമാണ്. അത് അവിശ്വാസിക്കല്ല, ആത്മാർത്ഥതയുള്ള ഒരു ഭക്തന് മാത്രം അനുഭവപ്പെടുന്നതാണ്. ഇപ്പൊ അതായത് ഇവിടെ എന്താ പറഞ്ഞത്? ഭക്തിയുടെ ഏറ്റവും താഴ്ന്ന പടിയിൽ കഴിയുന്ന അത്തരം പ്രതിമകളെ ആരാധിക്കുന്നു എന്ന് കരുതി പോകാൻ പാടില്ല. വസ്തുനിഷ്ഠം അപ്പൊ നമുക്ക് തോന്നാം ഒരു പ്രതിമയാണ് ആരാധിക്കുന്നതെന്ന് തോന്നാം. പക്ഷെ ആ ആരാധന വിഗ്രഹ രൂപത്തിൽ തങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷവാനായ സന്നദ്ധനായ പരമപ്രഭുവിനെ തന്നെയാണ് അവർ ആരാധിക്കുന്നത്. ആരാധനാ വിഗ്രഹ രൂപം ആരാധകന്റെ ഭാവനയ്ക്കനുസരിച്ചല്ല രൂപം കൊള്ളുന്നതും ഈ രൂപം എല്ലാ പരിച്ഛേദങ്ങളോടും കൂടി സനാതനമായി നിലനിൽക്കുന്നതാണ്. അത് അവിശ്വാസികൾക്ക് മനസ്സിലാവില്ല. ഭഗവാനെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന ഒരു ഭക്തന് മാത്രമേ അത് അനുഭവപ്പെടുന്നുള്ളൂ. അപ്പൊ എല്ലാ രീതിയിലും നമ്മൾ എന്താണ് ആ രൂപം
സനാതനമായിട്ട് നിലനിൽക്കുന്നത് തന്നെയാണ്. സമർപ്പിതാത്മാക്കൾ അല്ലാത്തവർക്ക് അവിടുന്ന് അതിവിദൂരസ്ഥനും അപ്രാപ്യനും തന്നെ. അർപ്പിതാത്മാക്കൾക്ക് അവിടുന്ന് സദാപ്രാപ്യനാണ്. അപ്പോ സമർപ്പിതാത്മാക്കൾക്ക് അല്ലാത്തവർക്ക് ഭഗവാന് സമർപ്പിക്കാൻ തയ്യാറാവാത്തവരുണ്ടല്ലോ, സമർപ്പിതാത്മാക്കൾക്കല്ല, അവർക്ക് എങ്ങനെയാണ് ഭഗവാൻ വിദൂരസ്ഥനാണ്, അപ്രാപ്യനാണ് ഭഗവാൻ. പക്ഷെ ഭഗവാൻ അർപ്പിതാത്മാക്കൾക്ക് ഭഗവാൻ എപ്പോഴും എങ്ങനെയാണ്? സദാ പ്രാപ്യനായിരിക്കും ഭഗവാൻ. ഭഗവാൻ അർപ്പിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് ഭഗവാൻ എപ്പോഴും പ്രാപ്യനാണ്, അല്ലാത്തവർക്ക് ഭഗവാൻ എപ്പോഴും എങ്ങനെയാണ്? അപ്രാപ്യനാണ്. സകല ശക്തികളുടെയും നിയന്താവായതിനാൽ അവിടുന്ന് അതിന്റെ സ്വാധീനത്തിന് വശംവദനാകുന്നില്ല. അതിനാൽ ആ ശക്തിയുടെ ഗുണങ്ങൾ ഒന്നും തന്നെ ബാധിക്കാതെ സ്വന്തം ഇഷ്ടാനുസരം ആ ഓജസ്സിനെ അവിടത്തേക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. ഈ അർത്ഥത്തിൽ അവിടുന്ന് നിർഗുണനാണ്. ഇനി രണ്ട് പേര് പറഞ്ഞാൽ സഗുണനും നിർഗുണനും. ഇപ്പൊ നിർഗുണൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? സകല ശക്തികളുടെയും നിയന്താവായതിനാൽ അവിടുന്ന് അതിന്റെ സ്വാധീനത്തിന് വശംവദനാകുന്നില്ല. അപ്പൊ എല്ലാത്തിന്റെയും നിയന്താവ് ആര് തന്നെയാണ്? ഭഗവാനാണ്. പക്ഷെ അതിന്റെ സ്വാധീനം ആർക്ക് വരുന്നില്ല? ഭഗവാന് വരുന്നില്ല. ഭഗവാൻ ഇതിനെല്ലാം അതീതനാണ്. അതിനാൽ ആ ശക്തിയുടെ ഗുണങ്ങൾ ഒന്നും തന്നെ ബാധിക്കാതെ സ്വന്തം ഇഷ്ടാനുസരണം ആ ഓജസ്സിനെ അവിടത്തേക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാൻ എന്തെന്ന് പറയാം? നിർഗുണനാണെന്ന് പറയാം. കാരണം ഇതൊന്നും ആരെ ബാധിക്കുന്നില്ല? ഭഗവാനെ ബാധിക്കുന്നില്ല. ഭഗവാൻ ഈ ഗുണങ്ങൾക്കെല്ലാം അതീതനാണ്. അതായത് കൊണ്ട് ഭഗവാനെ നമുക്ക് എന്ത് പറയാം? നിർഗുണൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഒരു കാലത്തും അവിടുന്ന് അരൂപനല്ല. അവിടുത്തെ അമൂർത്ത ഭാവമായ ബ്രഹ്മജ്യോതി സൂര്യന്റെ രശ്മികൾ സൂര്യദേവന്റെ പ്രഭാപരിവേഷം എന്ന പോലെ അവിടുത്തെ പ്രഭാപരിവേഷമാണ്. അപ്പോ ഭഗവാൻ ഒരിക്കലും എന്തല്ല? ഭഗവാൻ ഒരു കാലത്തും അരൂപനല്ല. ഒരു കാലത്തും ഭഗവാൻ അരൂപനല്ല. ഭഗവാന്റെ ജ്യോതിസ് ഏതാണ്? ബ്രഹ്മജ്യോതി. ആ പ്രകാശം ബ്രഹ്മജ്യോതി സൂര്യന്റെ രശ്മികൾ സൂര്യദേവന്റെ പ്രഭാപരിവേഷം എന്ന പോലെ. അപ്പൊ സൂര്യന്റെ രശ്മികള് സൂര്യദേവന്റെ പ്രഭാപരിവേഷമാണ് സൂര്യരശ്മി. അതേപോലെ തന്നെ ഭഗവാന്റെ പ്രഭാപരിവേഷമാണ് എന്ത്? ഭഗവാന്റെ ആ ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. പ്രഭു സകലതിലും അധിവസിക്കുന്നു. തന്റെ വൈവിധ്യമാർന്ന ശക്തി കൊണ്ട് സകലതും സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഭഗവാൻ എല്ലാത്തിലും അധിവസിക്കുന്നുണ്ട്. ഭഗവാന്റെ ശക്തി കൊണ്ട്, വൈവിധ്യമാർന്ന ശക്തി കൊണ്ട് സകലതിനെയും സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഭഗവാൻ എല്ലാത്തിലും അധിവസിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടുത്തെ അചിന്തമായ ശക്തി കൊണ്ട് തന്റെ ആത്മാർത്ഥ ഭക്തന്മാർക്ക് വേണ്ടി ഏതു സമയത്തും അവിടുന്ന് പ്രത്യക്ഷനാകുന്നു. അപ്പൊ ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത് അചിന്യമായിട്ടുള്ള ശക്തിയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്താണ് ഭഗവാന്റെ ശക്തികള്. ആ ശക്തി കൊണ്ട് ഭഗവാന്റെ ആത്മാർത്ഥ ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാൻ ഏത് സമയത്തും എവിടെയും ഭഗവാൻ പ്രത്യക്ഷനാകും. നരസിംഹ ഭഗവാൻ നാസ്തികനായ രാജാവിന്റെ ആജ്ഞപ്രകാരമല്ല, ഭക്തനായ പ്രഹ്ലാദന്റെ ആഗ്രഹപ്രകാരമാണ് സമ്പത്തിനുള്ളിൽ പ്രത്യക്ഷനായത്. അപ്പൊ ഭഗവാൻ നരസിംഹാവതാരം എടുത്തത് ആ നാസ്തികനായിട്ടുള്ള രാജാവിന്റെ ആജ്ഞപ്രകാരം അല്ല ഭഗവാൻ അവതരിച്ചത്. എന്താണ്? ഭക്തനായിട്ടുള്ള പ്രഹ്ലാദന്റെ ആഗ്രഹപ്രകാരമാണ് സ്തംഭത്തിനുള്ളിൽ പ്രത്യക്ഷനായത്. ഒരു നാസ്തികനെ പ്രഭുവിനോട് പ്രത്യക്ഷനാകാൻ ആജ്ഞാപിക്കാൻ കഴിയില്ല. ഒരു നാസ്തികന് ഒരിക്കലും എന്ത് സാധിക്കില്ല? ഭഗവാനോട് പ്രത്യക്ഷനാകാനായിട്ട് ആജ്ഞാപിക്കാൻ കഴിയില്ല. പക്ഷെ തന്റെ ഭക്തനോട് കാരുണ്യം കാട്ടാൻ പ്രഭു എവിടെയും ഏത് സമയത്തും പ്രത്യക്ഷപ്പെടും. ഭക്തന്മാര് പറയുന്നത് ആര് കേൾക്കും? ഭഗവാൻ കേൾക്കും. അപ്പൊ ഭക്തനോട് കാരുണ്യം കാട്ടാൻ വേണ്ടിയിട്ട് ഏത് സമയത്തും എവിടെയും പ്രത്യക്ഷപ്പെടാൻ ആര് തയ്യാറാണ്? ഭഗവാൻ തയ്യാറാണ്. ഭഗവത്ഗീത 4:8 പറയുന്നു, നാസ്തികരെ നശിപ്പിക്കുന്നതിനും സാധുക്കളെ സംരക്ഷിക്കുന്നതിനുമായി ഭഗവാൻ അവതാരം ചെയ്യുന്നുവെന്ന് നമുക്കറിയാം. 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ അല്ലെ, നാസ്തികരെ അല്ലെങ്കിൽ അസുരന്മാരെ നശിപ്പിക്കാനും സാധുക്കളെ ഭക്തന്മാരെ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് ഭഗവാൻ അവതാരം ചെയ്യുന്നത്. ആദി പുരുഷനായ ഗോവിന്ദൻ ഭാഗിക ആവിഷ്കാരമായി സകലത്തിലും സ്ഥിതി ചെയ്യുന്നുവെന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നു. അവിടുന്ന് പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും പ്രവേശിക്കുന്നു. അപ്പൊ ആദി പുരുഷനായിട്ടുള്ള ഭഗവാൻ ഗോവിന്ദൻ ഭാഗിക ആവിഷ്കാരമായി എല്ലാത്തിലും സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് എന്തിൽ പറയുന്നുണ്ട്? ബ്രഹ്മസംഹിതയില് പറയുന്നുണ്ട്. ഭഗവാൻ പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും ഭഗവാൻ പ്രവേശിക്കുന്നു. അപ്പൊ നമുക്കറിയാം എല്ലാവരിലും ആരുണ്ട്? പരമാത്മാ രൂപത്തില് ഭഗവാൻ ഇരിക്കുന്നുണ്ട്. എല്ലാത്തിലും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട്.
അന്തര്യാമിയായി എല്ലാറ്റിനും സാക്ഷിയായി ഉള്ളിൽ സ്ഥിതി ചെയ്യുകയും നമ്മുടെ കർമ്മങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ഉള്ളില് പരമാത്മാവായിട്ട് ഭഗവാൻ ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും പ്രവർത്തികൾക്കും സാക്ഷിയാണ് ആര്? ഭഗവാൻ. കർമ്മസാക്ഷിയായി പ്രവർത്തിച്ച് കർമ്മഫലം എല്ലാ കാലത്തും നൽകുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മം അത് മുഴുവനും സാക്ഷിയാണ് ഭഗവാൻ. ആ കർമ്മത്തിന്റെ ഫലം എല്ലാ കാലത്തും നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ഈശ്വരനല്ലാതെ അകത്തും പുറത്തും യാതൊന്നും ഇല്ല. ഈശ്വരനല്ലാതെ അകത്തും പുറത്തും വേറെ യാതൊന്നും തന്നെ ഇല്ല. അതായത് ഈശ്വരനല്ലാതെ അകത്തും പുറത്തും യാതൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ശരിയായൊരു കാര്യം. ഇത്തരം നാനാതരം ശക്തികളിൽ ഏകത്വം കാണാം. അതായത് അഗ്നിയിൽ ചൂടും പ്രകാശവും വ്യാപിക്കുന്നത് പോലെ അവിടുത്തെ വൈവിധ്യമാർന്ന ശക്തികളിൽ നിന്ന് സകലതും രൂപം കൊള്ളുന്നു. അപ്പൊ അഗ്നിയിൽ നിന്ന് നമുക്ക് ചൂടും ഉണ്ടാക്കാൻ പറ്റും, പ്രകാശവും കിട്ടും. അതേപോലെ തന്നെ ഭഗവാന്റെ വൈവിധ്യമാർന്ന ശക്തികളിൽ നിന്ന് സകലതും രൂപം പ്രാപിക്കുന്നു. ഇത്തരത്തിൽ നാനാതരങ്ങളായ ശക്തികളിൽ ഏകത്വം കാണാനായിട്ട് സാധിക്കും. ഏകാത്മകത ഉണ്ടെങ്കിലും തന്റെ വിഭിന്നാംശങ്ങളായ ജീവാത്മാക്കൾ പരിമിതമായി ആസ്വദിക്കുന്ന എല്ലാ ആനന്ദവും അവിടുന്ന് തന്റെ വ്യക്തിഗത രൂപത്തിൽ അപരിമിതമായി ആസ്വദിക്കുന്നു. അപ്പൊ ഏകാത്മകത ഉണ്ടെങ്കിലും തന്നെ തന്റെ വിഭിന്ന അംശങ്ങളായിട്ടുള്ള ജീവാത്മാക്കൾ പരിമിതമായി ആസ്വദിക്കുന്ന എല്ലാ ആനന്ദവും, ഭഗവാന്റെ വിഭിന്ന അംശങ്ങളാണ് എല്ലാ ജീവാത്മാക്കളും. ആ ജീവാത്മാക്കൾക്ക് പരിമിതമായിട്ട് ആനന്ദം ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ആനന്ദമെല്ലാം തന്റെ വ്യക്തിഗത രൂപത്തിൽ അപരിമിതമായിട്ട്, പരിമിതിയില്ലാതെ ആർക്ക് ആസ്വദിക്കാൻ സാധിക്കും? ഭഗവാൻ ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോ നമുക്ക് ബാക്കി പറഞ്ഞു പോകാം. അപ്പൊ ഇതില് എന്താ പറയുന്നത്? ഭഗവാന്റെ വൈരുദ്ധ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ മന്ത്രത്തിൽ പറയുന്നത്. അതായത് ഭഗവാൻ ഒരേ സമയം ചലിക്കുന്നുണ്ട്, ചലിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഭഗവാൻ വിദൂരസ്ഥനാണ്, പക്ഷെ ഒപ്പം തന്നെ എന്താണ്? സമീപസ്ഥനുമാണ്. എല്ലാറ്റിന്റെയും അകത്തും പുറത്തും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. അതാണ് ഭഗവാന്റെ വൈരുദ്ധ്യം. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണത്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് അചിന്ത്യം എന്നാണ് പറയുന്നത്. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ് ഭഗവാന്റെ കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചോദ്യം നോക്കാം. നാലാമത്തെ മന്ത്രം എന്താണ് പറയുന്നത്? നാലാമത്തെ മന്ത്രത്തിൽ നാലാമത്തെ മന്ത്രത്തിൽ എന്താ പറഞ്ഞ? ഭഗവാൻ സ്വധാമസ്ഥനെങ്കിലും എങ്ങനെയാണ് പറയുന്നത്? പരമപുരുഷൻ സ്വധാമസ്ഥനെങ്കിലും പരമപുരുഷൻ എങ്ങനെയാണ്? മനസ്സിനേക്കാൾ വേഗത കൂടിയവനാണ്, എല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനുമാണ്. പിന്നെ ദേവന്മാർക്ക് പോലും അപ്രാപ്യനാണ് ഭഗവാൻ. പിന്നെ ദേവന്മാരെ നിയന്ത്രിക്കുന്നതും ആര് തന്നെയാണ്? കാറ്റിന്റെ മഴയുടെയും മറ്റു അധിക ദേവതകളെ നിയന്ത്രിക്കുന്നു. അതായത് ദേവന്മാരെ നിയന്ത്രിക്കാൻ കാറ്റിന്റെ ദേവത, മഴയുടെ ദേവത ഒക്കെ ഉണ്ടല്ലോ, വരുന്ന ദേവനും അവരൊക്കെ നിയന്ത്രിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാനെ മഹത്വത്തില് ഭഗവാൻ എല്ലാവരെയും അതിശയിപ്പിക്കുന്നതാണ്. അപ്പൊ ഭഗവാന്റെ മഹത്വമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പൊ ഭഗവാൻ മഹത്വത്തില് എല്ലാവരെയും അതിശയിപ്പിക്കുന്നു. കാരണം സ്വധാമത്തിൽ നിന്നുകൊണ്ട് എല്ലാറ്റിനെയും നിയന്ത്രിക്കുകയാണ് ഭഗവാൻ. എന്താ പറഞ്ഞത്? മനസ്സിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദേവന്മാരെയും നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനാണ് ഭഗവാൻ. എല്ലാവർക്കും അപ്രാപ്യനുമാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന്റെ മഹത്വത്തില് സകലതിനെയും അതിശയിപ്പിക്കുന്നു എന്നാണ് നാലാമത്തെ മന്ത്രം പറയുന്നത്. ഭഗവാന്റെ 3 ശക്തികൾ ഏതൊക്കെയാണ്? ബാഹ്യശക്തി. അന്തരംഗ ശക്തി എന്ന് പറഞ്ഞാല് ഭഗവാന്റെ അന്തരംഗ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? രാധാറാണിയാണ്, അല്ലെങ്കിൽ എന്താണ്? യോഗമാണ്. എവിടെയാണ്? ആധ്യാത്മിക ലോകത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ കയ്യിലാണ് നിയന്ത്രണം. പറഞ്ഞത് ആധ്യാത്മിക വ്യോമത്തിലുള്ള സ്വധാമയുടെ അന്തരംഗത്തിന്റെ ആവിഷ്കാരമാണെന്ന് പറഞ്ഞത്, നിയന്ത്രണത്തിലാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ബാഹ്യശക്തി എന്ന് പറയുന്നത് ദുർഗാദേവിയാണ്, അല്ലെങ്കിൽ മഹാമായാണ്. ഭൗതിക ലോകം നിയന്ത്രിക്കുന്നത് ആരാണ്? നിയന്ത്രണത്തിലാണ്. ഭൗതിക ലോകം ബാഹ്യശക്തിയുടെ നിയന്ത്രണത്തിലാണ്. ബാഹ്യശക്തിയുടെ നിയന്ത്രണത്തിലാണ്. തടസ്സ ശക്തി എന്ന് പറയുന്നത് ജീവാത്മാക്കളാണ്. അതില് മനുഷ്യരും ദേവന്മാരും ഒക്കെ അതിൽ വരും, ഈ തടസ്സ ശക്തിയില് വരും. തടസ്സ ശക്തിയിൽ വരുന്നത്
അതിദേവതകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ തടസ്സ ശക്തിയിൽ വരുന്നതാണ് എല്ലാ ജീവാത്മാക്കളും. പൂർണ്ണജ്ഞാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അവിടുത്തെ എല്ലാ ഭഗവാന്റെ എല്ലാ സവിശേഷതകളോടുകൂടി അറിയലും എല്ലാ പ്രവർത്തനങ്ങളെ സവിശേഷതകളും കൂടി ഭഗവാനെ മനസ്സിലാക്കുന്നത്. ഭഗവാന്റെ എല്ലാ സവിശേഷതകളും കൂടി അറിയാൻ, ശക്തികളെ കുറിച്ചും പ്രവർത്തനങ്ങളെ കുറിച്ചും മനസ്സിലാക്കുക. അതാണ് പൂർണ്ണജ്ഞാനം എന്ന് പറയുന്നത്. ഭഗവാനെ തത്വത്തിൽ മനസ്സിലാക്കുക, ശരിയായ രീതിയിൽ ഭഗവാനെ മനസ്സിലാക്കുക. അതാണ് പൂർണ്ണജ്ഞാനം എന്നതുകൊണ്ട്. ഭഗവാൻ സകാരണനും നിരാകാരനുമാണ്. ഇനി അടുത്ത 5ാമത്തെ മന്ത്രത്തില് എന്താ പറയുന്നത്? 5ാമത്തെ മന്ത്രത്തില് ഭഗവാന്റെ വൈരുദ്ധ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? എന്താ പറയണത്? സർവേശ്വരൻ ചലിക്കുന്നുണ്ട്, ഒരേ സമയം ചലിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നു. അതാണ് 5ാമത്തിൽ. എന്തുകൊണ്ടാണ് ഭഗവാൻ അർച്ചാവിഗ്രഹങ്ങളിൽ പ്രത്യക്ഷനാകാൻ കഴിയുന്നത്? ഭക്തന്മാരുടെ ഭഗവാന്റെ ശക്തികളെ, വൈവിധ്യമാർന്ന ശക്തികളെ സ്വന്തം ഇച്ഛാനുസരണം പരിവർത്തനം ചെയ്യാനായിട്ട് കഴിയും. ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ഭഗവാൻ എന്ത് സാധിക്കും? ഭഗവാന്റെ ശക്തികളെ പരിവർത്തനം ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും സെന്റൻസ്? അത് ഊർജങ്ങളുടെ സ്രോതസ് ഒന്ന് തന്നെയാകുമ്പോൾ സ്വന്തം ഇച്ഛാനുസരണം അതിനെ പരിവർത്തനം ചെയ്യിക്കാൻ ഭഗവാന് കഴിയും. അതുകൊണ്ട് ഭഗവാൻ ആർച്ചാവൃത്തങ്ങളിൽ പ്രത്യക്ഷനാകാൻ. ഇവിടെ ഉണ്ടല്ലോ, കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഭഗവാൻ എന്ത് സാധിക്കുന്ന പറഞ്ഞത്? ഊർജങ്ങളുടെ സ്രോതസ് ഒന്ന് തന്നെ ആയാൽ സ്വന്തം ഇച്ഛാനുസരണം അതിനെ പരിവർത്തനം ചെയ്യാൻ കഴിയുക. ഭഗവാൻ സകാരണം നിരാകാരനുമാണെന്നാണ്. അതെന്തില്ല? ഭഗവാൻ ഭൗതിക ശക്തിയുടെ രൂപത്തിൽ നമുക്ക് മുമ്പിൽ പ്രത്യക്ഷനാകുകയാണെങ്കിൽ ഭൗതിക ഊർജമായി പരിവർത്തനം ചെയ്യിക്കാൻ ഭഗവാന് വിഷമമില്ല. ഊർജങ്ങളുടെ സ്രോതസ് ഒന്ന് തന്നെയാകിയാൽ സ്വന്തം ഇച്ഛാനുസരണം അതിനെ പരിവർത്തനം ചെയ്യിക്കാൻ അവയുടെ പ്രഭവ ശക്തിക്ക് കഴിയുമല്ലോ എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് ഭഗവാന് സാധിക്കുന്നത്? ഭഗവാൻ അത് പരിവർത്തനം ചെയ്യാനായിട്ട് ഭഗവാന് സാധിക്കും. ഹരേ കൃഷ്ണ മാതാജി. ഭഗവാൻ സകാരണം നിരാകാരനും ആണെന്ന് പറഞ്ഞില്ല, അതെന്തിന്റെയാ മാതാജി? ഹരേ കൃഷ്ണ. അതെന്തിലാ പറഞ്ഞത് മാതാജി? അങ്ങനെ പറഞ്ഞോ? സകാരണം നിരാകാരനാണെന്ന് പറഞ്ഞില്ലേ? ഭാഗവത ചിന്തയുള്ളവർക്ക് ഭഗവാന് ഒരേ സമയം സകാരനായും നിരാകാരനായും കാണുവാൻ എന്ന വാക്ക് ആണെന്ന് മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ ഉത്തരം ക്ലിയർ ആയോ? ക്ലിയറായി. മൂന്നാമത്തത്, എന്തുകൊണ്ടാണ് ഭഗവാനെ നിർഗുണൻ എന്ന് പറയുന്നത്? ഭഗവാന്റെ ഗുണങ്ങളിൽ ഒന്നും പാലിക്കാതെ സ്വന്തം ഇഷ്ടാനുസരണം ഓജസ്സിനെ പ്രയോജനപ്പെടുത്താൻ ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ നമുക്ക് എന്ത് പറയാം? നിർഗുണനാണെന്ന് പറയാം. കാരണം എല്ലാ ഗുണങ്ങൾക്കും അതീതനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് ഇതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാനെ നിർഗുണൻ എന്ന് പറയാം. നമ്മൾ ഭഗവത്ഗീതയിലും പഠിക്കുന്നുണ്ടത്. അതുകൊണ്ട് ഭഗവാനെ നിർഗുണൻ എന്ന് പറയാനായിട്ട് സാധിക്കും. സംശയം എന്തെങ്കിലും? ക്ലാസ് ഒന്നുകൂടെ കേട്ട് നോക്കാൻ പറഞ്ഞത്, എന്നിട്ട് നാളെ നാസ്തികൻ. ആരാധനാ വിഗ്രഹം ആരാധകന്റെ ഭാവനയ്ക്കനുസരിച്ചല്ല രൂപം കൊള്ളുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് മാതാജി? ഞാൻ ചോദിച്ചത് മനസ്സിലായോ? ഇല്ല മാതാജി, മനസ്സിലായില്ല എനിക്ക്. ഒരു മിനിറ്റ്. ഇത് ഏതാ നമ്മൾ എടുത്തത്? ഇപ്പൊ 14ആണോ? അല്ലല്ലോ, 14 ഏതാ എടുത്തത്? സോറി, 14 ഭക്തി സമസുഖാണല്ലേ. സോറി, ഇന്ന് ഏതാണ്? 4, 5 അല്ലേ എടുത്തത് നമ്മള്? അതിൽ 5ാമത്തേലാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഭഗവാന്റെ ഓരോ രൂപങ്ങളും
അതായത് 38-ാമത്തെ പേജിനകത്തുള്ളത് ആരാധനാ വിഗ്രഹം ആരാധകന്റെ ഭാവനക്കനുസരിച്ചല്ല രൂപം കൊള്ളുന്നത്. ഈ രൂപം പരിച്ഛേദങ്ങളോടുകൂടി സനാതനമായി നിൽക്കുന്നു. അപ്പൊ നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ കാണുന്നത് എങ്ങനെ? അമ്പലത്തിൽ കാണുന്ന രൂപങ്ങളെ അതല്ലേ നമ്മൾ സാധാരണ മനസ്സിലൊക്കെ, എനിക്കതെങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയുന്നില്ല. പക്ഷെ എനിക്കതൊക്കെ മനസ്സിലാക്കാനും പറ്റുന്നില്ല. ഒരു മിനിറ്റ്. ഇതില് ചോദ്യം, എന്തുകൊണ്ടാണ് ഭഗവാൻ അർച്ചാ വിഗ്രഹങ്ങളിൽ പ്രത്യക്ഷനാകാൻ കഴിയുന്നത്? അതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടിയോ? ഇല്ല. സ്വന്തം ഭക്തന്റെ സേവനം ഭൗതിക പൂജകളുടെ സ്രോതസ് ഒന്ന് തന്നെയാണ് ഭൗതിക ശക്തിയുടെ രൂപത്തിൽ നമുക്ക് മുന്നിൽ പ്രത്യക്ഷനാണെങ്കിൽ പോലും നിങ്ങളുടെ സ്രോതസ് ഭഗവാൻ തന്നെ ആയതുകൊണ്ട് ഭഗവാന് സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് അതിനെ പരിവർത്തനം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഭഗവാൻ എന്ത് സാധിക്കും? അർച്ചനാ വിഗ്രഹങ്ങളിൽ പ്രത്യക്ഷനാകാനായിട്ട് സാധിക്കും. ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭഗവാന് മാറ്റാൻ സാധിക്കും.